സർക്കാരിനെതിരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ പീഡനത്തിനിരയായ യുവതി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന അതിജീവിത ഡോക്ടർ പ്രീതിക്കെതിരെ താൻ ഉന്നയിച്ച കാര്യങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞു. IG-യുടെ റിപ്പോർട്ടും മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടും പരിഗണിച്ച് നടപടിയെടുക്കണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടു. ഇതുവരെ ഒരു നീതി എനിക്ക് ലഭിച്ചിട്ടില്ല. IG കണ്ടുപിടിച്ചതും ഇത് തന്നെയാണ്. IG-ക്ക് കൊടുത്ത പരാതിയിൽ ഡോക്ടറെ പ്രീതിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെന്ന്. പക്ഷേ ഇതുവരെ അതിനൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എവിടെയും അതിജീവിതകൾക്കൊരു നീതി ലഭിക്കില്ലെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവിടെ എന്തൊക്കെ തെറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നും അവർ കൊടുത്ത റിപ്പോർട്ടിൽ ഡോക്ടർ പരിശോധിച്ച ഭാഗത്ത് നിന്ന് അവർ എന്തൊക്കെ രീതിയിൽ പരിശോധിക്കണം എന്നുള്ള ആ കാര്യങ്ങളൊക്കെ അതിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്നും അവർ നടത്തിയിട്ടില്ല. IG-യുടെ അന്വേഷണം സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞങ്ങൾ 13 ദിവസം അവിടെ സമരത്തിലിരുന്ന് അതിന് ശേഷമാണ് അന്വേഷണമൊക്കെ നല്ല രീതിയിൽ പോയിട്ടുള്ളത്. ഡോക്ടേഴ്സൊക്കെ അവരുടെ ആളുകളോ സർക്കാരിൻ്റെ ആളുകളോ അവരുടെ ഒരു ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെന്ന് സമ്മതിച്ചാൽ സർക്കാരിന് തന്നെ നാണക്കേടാണല്ലോ. അതുകൊണ്ടായിരിക്കാം അത് അവർ ഒരു തരത്തിലും എനിക്ക് നീതി തരാത്തത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ദിൽഷ തിലകനാണ് ചേരുന്നത്. ദിൽഷ, ഈ മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് അല്ലെങ്കിൽ അവർ കണ്ടെത്തിയത് ഒക്കെ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അതിജീവിത പറയുന്നത്. അവരുടെ വാക്കുകൾ ഏത് രീതിയിൽ നോക്കിക്കാണാം? തീർച്ചയായിട്ടും സ്വാതി, അതിജീവിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സംഭവം നടന്ന ഇത്ര മാസങ്ങൾ പിന്നിട്ടു, എന്നിട്ട് പോലും തനിക്കൊരു നീതി ലഭിച്ചിട്ടില്ല. പലയിടങ്ങളിൽ പരാതി നൽകി. ഈ ഒരു വിഷയത്തിൽ തനിക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. ഗുരുതരമായ ക്രമക്കേടുകൾ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടും ഒരു നീതി ലഭിക്കുന്നില്ല എന്നതാണ് അതിജീവിത മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ വൈദ്യപരിശോധന നടത്തിയ ഡോക്ടർക്ക്, അതായത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നും വൈദ്യപരിശോധന നടത്തിയ ഡോക്ടർക്കും ഗുരുതരമായിട്ടുള്ള വീഴ്ച പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിജീവിത തന്നെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗം DYSP നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത്, അതായത് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ അതിജീവിതയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചു. ഏറെ ഗൗരവമായിട്ടുള്ളൊരു കേസാണ് എന്ന് പോലീസ് തന്നെ ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. ഈ അന്വേഷണ വിഭാഗം DYSPയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. മെഡിക്കൽ ലീഗൽ കേസുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്ത ഡോക്ടറാണ് അതിജീവിതയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത് എന്നാണ് അതിജീവിത ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ആ പരാതിക്കാരിയുടെ അതേ പരാതി ശരിവെക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്കായി പോലീസ് നൽകിയ അപേക്ഷയിൽ ഈ ഒരു കേസിന്റെ ഗൗരവം പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മെഡിക്കൽ കോളേജ് അധികൃതർ അത് കാര്യമായിട്ട് ഗൗരവത്തിൽ എടുത്തിട്ടില്ല. ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഗുരുതര വീഴ്ചകൾ സംഭവിക്കാൻ കാരണമായത് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉത്തരമേഖല DIG-ക്കാണ് ഈ കേസിന്റെ അന്വേഷണ ചുമതല. ഈ DIG-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ DYSPയുടെ മനുഷ്യാവകാശ കമ്മീഷൻ DYSPയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ഉടൻ തന്നെ ഈ ഡോക്ടർക്കെതിരെയും മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ഉടൻ തന്നെ ഒരു നടപടിയാണ് ഇക്കാര്യത്തിൽ അതിജീവിത ആവശ്യപ്പെടുന്നത്. അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.